പിന്നീട് ഈ സിനിമയുടെ ഏറ്റവും വലിയൊരു പോരായ്മയിലേക്ക് പറയേണ്ട കാര്യം ഈ സിനിമയുടെ സ്റ്റോറിയാണ്. ഫസ്റ്റ് ഹാഫിൽ അത്യാവശ്യം നല്ല രീതിയിൽ സ്റ്റോറി സെറ്റ് ചെയ്ത് സെക്കൻഡ് ഹാഫിലേക്ക് കയറിയപ്പോൾ ആ ഒരു സ്റ്റോറിയിലേക്ക് നമ്മളെ എത്രത്തോളം പിടിച്ചിരുത്തുന്നതിനുള്ള ഒരു ഫാക്ടർ മിസ്സിംഗ് ആയ പോലെയായിരുന്നു. ഈവൻ ഇതൊരു സ്ലോ പേസ്ഡ് മൂവിയാണ്, ഫുൾ ഓൺ വാർ മൂവി അല്ല എന്നൊക്കെ പറഞ്ഞാൽ പോലും പലയിടങ്ങളിലും പിടിച്ചിരുത്താനുള്ള ആ ഒരു ഫാക്ടർ നല്ല രീതിയിൽ മിസ്സിംഗ് ആയിട്ടുള്ളതായിരുന്നു ഈ സിനിമയുടെ ഏറ്റവും വലിയൊരു ഇഷ്യൂ. പ്രത്യേകിച്ച് ഈ സിനിമയുടെ ഇന്റർവെലിനോട് അടുക്കുമ്പോൾ ഒരു ചേസ് സീക്വൻസും ആൻഡ് സെക്കൻഡ് ഹാഫിലുള്ള ഒരു ബാക്കി ഫുള്ള് ഒരു ഫൈറ്റ് സീക്വൻസ് ആണ് പിന്നീട് ഉള്ളത്. ആൻഡ് ഈ ഫൈറ്റ് സീക്വൻസിലൊന്നും നമുക്കൊരു മാസ് മൊമെന്റ് പ്രൊവൈഡ് ചെയ്യാനോ അല്ലെങ്കിൽ നമ്മളെ കാണുന്ന ഒരാളെ കുറച്ചും കൂടിയും ഒരു, എനിക്ക് തോന്നുന്നു ഒരു എയർ റൈറ്റഡ് മൂവി ആയിട്ട് ഇത് എടുക്കുമായിരിക്കും നല്ലതെന്ന് തോന്നി. കാരണം അത്രയും കുറെ സീനുകളിൽ അത്രയും ബ്ലഡ് ഷെഡ് ഒക്കെ കാണിച്ചിട്ട് എടുക്കാവുന്ന ഒരു പടമായിട്ട് മാറ്റായിരുന്നു ഇത്. പ്രത്യേകിച്ച് ഇപ്പോ ചാണിക്കായുധം കണ്ട സമയത്ത് അതിലും കുറച്ചും കൂടിയും എന്താ പറയാ ഇത്തിരി വയലൻസ് കൂടിയ രീതിയിലായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു സിനിമയിൽ ഈവൻ പല സീനിലും നിങ്ങളിപ്പോ കണ്ടിട്ടുണ്ടാവും ട്രെയിലറിൽ ഈ ഒരു ധനുഷ് ഒരു അതിന്റെ ഉള്ളിൽ കൂടെ ഒരു തോക്ക്